സാർ നമസ്കാരം. നമസ്കാരം. സാർ, ഈ സുധീർ എന്ന് പറയുന്ന ഒരു നടൻ പറഞ്ഞ കാര്യങ്ങൾ ആൽഫാം കഴിക്കുന്നവരെ ആകെ ഞെട്ടിച്ചിരിക്കുകയാണ്. ഒരു ഡോക്ടർ എന്ന നിലയിൽ ആൽഫാം കഴിക്കുന്നത് നിർത്തണോ, എങ്ങനെയാണ് കഴിക്കേണ്ടത്, അത് കഴിച്ചാൽ ഉണ്ടാകുന്ന ദോഷങ്ങൾ എന്തൊക്കെയാണ്? ഓക്കെ, ആദ്യമായിട്ട് പറയാനുള്ളത്, എനിക്കൊരു രോഗം വരികയാണെങ്കിൽ ആ രോഗത്തെക്കുറിച്ച് എനിക്ക് തീർച്ചയായിട്ടും ബയസ്ഡ് ആയിട്ടുള്ള, അതായത് പക്ഷപാതപരമായിട്ടുള്ള ഒരു ഒപ്പീനിയൻ ആയിരിക്കും ഉണ്ടാകുക. ഒരു രോഗി പറയുന്ന ഒപ്പീനിയൻ അല്ല സാധാരണക്കാർ കേൾക്കേണ്ടത്. അത് ഡോക്ടർമാർ പറയുന്ന ഒപ്പീനിയനാണ് പ്രധാനമായും കേൾക്കേണ്ടത്. ഇനി അടുത്തത്, പക്ഷേ നമ്മുടെ നാട്ടില് ഈ സെലിബ്രിറ്റീസ്, ഇദ്ദേഹം ഏത് ലെവലിലുള്ള ഒരു നടനാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ ഇപ്പൊ ഒരു വലിയ ആൾക്ക്, ഒരു വലിയ അറിയപ്പെടുന്ന വ്യക്തിക്ക് ഒരു രോഗം വന്നു കഴിഞ്ഞാൽ എല്ലാവരും അതിലോട്ടുള്ള ശ്രദ്ധ വളരെയധികം നമുക്ക് കൂടും. അതിന്റെ കൂടെ അദ്ദേഹം ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തുകയാണ്: ആൽഫാം കഴിച്ചത് കൊണ്ടാണ് എനിക്ക് ക്യാൻസർ വന്നത്, നിങ്ങൾ ആരും കഴിക്കരുത് എന്ന് പറയുമ്പം അതുണ്ടാക്കുന്ന ഇമ്പാക്ട് സമൂഹ മാധ്യമങ്ങളിലും അല്ലാതെയും വളരെ വലുതാണെങ്കിലും അതിനകത്തുള്ള സത്യം എന്താണെന്നുള്ളത് നമുക്ക് തിരിച്ചറിയാം. ഇതേ കാര്യം ഒരു ഡോക്ടറാണ് പറയണമെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് ഇന്നത്തെ കാലത്ത് അതിനെക്കുറിച്ച് കൂടുതൽ ശ്രദ്ധ കൊടുക്കണം. പക്ഷെ പലപ്പോഴും ഡോക്ടർമാര് പറയുന്ന ഒരു കാര്യം ആരും കേൾക്കാറില്ല. അതേസമയം ഇങ്ങനെ ആരെങ്കിലും പറയുകയാണെങ്കിൽ ആളുകൾ പേടിച്ചു പോവുകയും ചെയ്യും. ഇനി ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത്, ആൽഫാം കഴിച്ചാൽ ക്യാൻസർ വരുമെന്ന ഒരു പഠനം ഈ ലോകത്ത് ഒരിടത്തും നടന്നിട്ടില്ല. എനിക്ക് ഏറ്റവും അവസാനത്തെ, അതായത് ഇന്നത്തെ ഈ AI മെഡിക്കൽ ഇൻഫർമേഷന്റെ കാലത്ത് ഏറ്റവും അവസാനത്തെ കഴിഞ്ഞ മാസം വരെ റിലീസായിട്ടുള്ള എല്ലാ ജേർണലുകളുടെയും ആക്സസ് അവൈലബിൾ ആണ് ഒരു ഡോക്ടർ എന്ന നിലയിൽ. അതുകൊണ്ട് ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ആൽഫാം കഴിച്ച് ഏതെങ്കിലും ഒരു ആൾക്ക് ക്യാൻസർ വന്ന് പറഞ്ഞ് ഇതുവരെ ഒരു പഠനം നടന്നിട്ടില്ല. ഒരു പഠനം നടക്കാതെ നമ്മൾ അങ്ങനെ പറയുന്നത് ശരിയല്ല, ഒരു വിധത്തിലും ശരിയല്ല. ഇനി അടുത്തത്, ഈ ആൽഫാം എന്ന് പറയുന്നത് ഒന്നുകിൽ ഒരു ഗ്രിൽഡ് ചിക്കൻ അല്ലെങ്കിൽ ബാർബക്യൂ ചിക്കന്റെ ഇനത്തിൽപ്പെട്ട ഒരു ഭക്ഷണ പദാർത്ഥമായതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ബാർബക്യൂവും അല്ലെങ്കിൽ ഗ്രിൽഡ് ചെയ്ത കാര്യങ്ങളെ കുറിച്ച് പഠനങ്ങൾ നടന്നിട്ടുണ്ടോ, എന്താണ് അതിൽ പറഞ്ഞിരിക്കുന്നതെന്ന് നോക്കിയാൽ ഏകദേശമൊക്കെ ഇതുമായിട്ട് വേണമെങ്കിൽ ഒത്തുവരുമെന്ന് പറയാം. ഇനി അങ്ങനെ നോക്കുകയാണെങ്കിൽ 3-4 കാര്യങ്ങൾ നമ്മൾ പഠനങ്ങളിൽ തെളിഞ്ഞിട്ടുണ്ട്. എന്താണ് നമ്മൾ ഇതിപ്പോ അതിനകത്ത് ചിക്കൻ ആണോ മട്ടൺ ആണോ ശരിക്കും പറഞ്ഞാൽ ഫിഷ് ആണോ എന്നുള്ളതല്ല. ബാർബക്യൂ, ഗ്രിൽഡ്, ഇതിനകത്ത് എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ, ഒന്ന് ഓപ്പൺ ഫ്ലെയിമിൽ, തുറന്ന തീജ്വാലകളിൽ വച്ച് ചുട്ടെടുക്കുന്നത്, അതാണ് അതിനാ ഗ്രിൽഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തത് ഹൈ ടെമ്പറേച്ചറിൽ കുക്ക് ചെയ്യുന്ന മീറ്റ്. ഇത് രണ്ടും അത്ര നല്ലതല്ല എന്നാണ് പൊതുവെ മെഡിക്കൽ പഠനങ്ങളിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. അതായത് ഓപ്പൺ ഫ്ലെയിമിൽ കുക്ക് ചെയ്യുന്ന ഏത് മീറ്റും, അത് ബീഫ് ആയിക്കോട്ടെ, ചിക്കൻ ആയിക്കോട്ടെ, മട്ടൺ ആയിക്കോട്ടെ, ഫിഷ് ആയിക്കോട്ടെ, അത്ര നല്ലതല്ല. അതേപോലെ തന്നെ ഹൈ ഫ്ലെയിമിൽ, ഉയർന്ന ടെമ്പറേച്ചറിൽ കുക്ക് ചെയ്യുന്ന മീറ്റും അത്ര നല്ലതല്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ 3 കെമിക്കലുകൾ ഇതിൽ നിന്ന് ഈ സമയത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പറയും. ഒന്ന് ഹെട്രോസൈക്ലിക് അമൈൻസ് എന്ന് പറയും, വേറൊന്ന് പോളിസൈക്ലിക് അരോമാറ്റിക് ഹൈഡ്രോ കാർബൺസ് എന്ന് പറയും, വേറൊന്ന് അഡ്വാൻസ് ഗ്ലൈക്കേഷൻ എൻ പ്രോഡക്ട്സ് എന്ന് പറയും. ഈ പേരിന് വലിയ പ്രസക്തി ഇല്ല സാധാരണ പ്രേക്ഷകർക്ക്, എന്നാലും ഞാൻ അതിന്റെ ടെക്നിക്കൽ നാമങ്ങൾ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. എന്താണ് സംഭവിക്കുന്നത്? ഇനിയിപ്പോ അത് ചിക്കൻ ആയാലും ശരി, മട്ടൺ ആയാലും ശരി, ബീഫ് ആയാലും ഫിഷ് ആയാലും ഉയർന്ന ടെമ്പറേച്ചറുകളിൽ കുക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു സാധനമാണ് ഹെട്രോസൈക്ലിക് അമൈൻ എന്ന് പറയുന്നത്. ഇത് 3-ലായാലും ഉണ്ടാവും. ഇത് നമ്മുടെ ഇപ്പൊ ഈ മീറ്റില്, അതായത് ഇന്നത്തെ മീറ്റ് ആണ് പ്രശ്നം, പ്രോട്ടീൻ അടങ്ങുന്ന മീറ്റ് ആണ് പ്രശ്നം. അതിനകത്തുള്ളതാണ് അമിനോ ആസിഡ്സ് ഉണ്ട്, ഷുഗേഴ്സ് ഉണ്ട്, ക്രിയാറ്റിൻ എന്ന് പറയുന്നതാണ്. ഇത് 3ഉം കൂടെ ഉയർന്ന ടെമ്പറേച്ചറിൽ പ്രോസസ്സ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നതാണ് ഹെട്രോസൈക്ലിക് അമൈൻ എന്ന് പറയുന്നത്. ഈ ഹെട്രോസൈക്ലിക് അമൈൻ എന്ന് പറയുന്ന കെമിക്കലിന് നമ്മുടെ DNA മാറ്റാനുള്ള ഒരു കേപ്പബിലിറ്റി ഉണ്ടെന്നാണ് പറയുന്നത്. അത് വേണമെങ്കിൽ ക്യാൻസർ ഉണ്ടാക്കാമെന്ന് ചില പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ളത്. അടുത്തത് നമ്മൾ പറയുന്നത്, നമുക്കറിയാം ഇതിനകത്തൊക്കെ ഉരുകി വീഴും, ഇതിനകത്തെല്ലാം ഫാറ്റ് ഉണ്ട് അല്ലേ. നമ്മുടെ ഈ ഇങ്ങനത്തെ പ്രോസസ് ചെയ്യുമ്പോൾ, അതായത് ഉയർന്ന ടെമ്പറേച്ചറുകളിൽ കുക്ക് ചെയ്യുമ്പോൾ, ഓപ്പൺ ഫ്ലെയിമിൽ കുക്ക് ചെയ്യുമ്പോൾ ഫാറ്റ് വീഴും. ഈ ഫാറ്റ് വീണ് കഴിഞ്ഞാൽ ആ ഫാറ്റിൽ നിന്നുണ്ടാകുന്ന ഒന്നാണ് ഈ പോളിസൈക്ലിക് അരോമാറ്റിക് ഹൈഡ്രോ കാർബൺ എന്ന് പറയുന്നത്. ഈ
നമ്മുടെ ആ സ്മോക്കിലാണ് അത് ഉണ്ടാകുക. ഈ ഇറ്റിറ്റ് വീഴുന്ന ഫാറ്റിൽ നിന്നുണ്ടാകുന്ന സ്മോക്കിൽ നിന്നാണ് ഉണ്ടാകുക. ഇത് നമ്മള് ഇതിന്റെ പുറത്ത് പറ്റിയിരിക്കും. ഏത് നമ്മൾ കുക്ക് ചെയ്ത ചിക്കന്റെയും മീറ്റിന്റെയും ഒക്കെ പുറത്ത് പറ്റിയിരിക്കും. അതും ക്യാൻസറിന് ചില സാധ്യതകൾ ഉണ്ടാക്കുന്നു എന്നാണ് പറയുന്നത്. നേരത്തെ ഞാൻ ആദ്യം പറഞ്ഞ സാധനം ഞാൻ പറഞ്ഞില്ല, കരിഞ്ഞു എന്ന് പറയുന്നത്. അത് ആ കരിഞ്ഞിരിക്കുന്ന ഭാഗങ്ങളിൽ ആണ് അത് കൂടുതലായിട്ട് ഉണ്ടാകുക. ഞാൻ ആദ്യം പറഞ്ഞില്ല, ഹെട്രോസൈക്ലിക് അമൈൻസ് എന്ന് പറയും. അത് കരിഞ്ഞിരിക്കുന്ന ഭാഗങ്ങളുണ്ടാകും. ഇനി ഞാൻ നേരത്തെ പറഞ്ഞാണ് ഈ അഡ്വാൻസ്ഡ് ഗ്ലൈക്കേഷൻ പ്രോഡക്ട്സ് എന്ന് പറയുന്നത് ഹൈ ടെമ്പറേച്ചറിൽ കുക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രോട്ടീനും ഫാറ്റും കൂടെ ചേർന്ന് ഉണ്ടാകുന്നതാണ്. ഇത് മൂന്നും അത് നമ്മുടെ ശരീരത്തിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കാനും അല്ലെങ്കിൽ ഈ ഓക്സിഡേറ്റീവ് മെറ്റബോളിസം എന്നൊക്കെ പറയും. അതൊക്കെ ടെക്നിക്കൽ ടേംസ് ആണ്. പക്ഷെ ഞാൻ പറഞ്ഞു ഇത് മൂന്നും വേണമെങ്കിൽ ക്യാൻസറിന് കാരണമാകാം എന്ന് പറയാം. അതായത് ഇതേ വിഭാഗത്തിൽപ്പെട്ട ചില സാധനം എന്ന് വെച്ച് ആൽഫാം കഴിക്കുന്നത് നിർത്തണോ? എനിക്ക് ആൽഫാം വലിയ ഇഷ്ടമാണ്, കഴിക്കണം നിർത്തണോ എന്ന് ചോദിച്ചാൽ ഞാൻ ഒരു ഡോക്ടർ എന്ന നിലയിൽ നിർത്തണ്ട എന്നാണ് എന്റെ അഭിപ്രായം. കാരണം ഇത് എല്ലാ മീറ്റുകൾക്കും ബാധകമാണ്. ഇനി നമ്മൾ ഒന്നും കൂടെ ചോദിക്കുകയാണെങ്കിൽ ചിക്കൻ ആണോ നല്ലത്, ബീഫ് ആണോ നല്ലത്, മട്ടൺ ആണോ നല്ലതെന്ന് ചോദിച്ചാൽ ചിക്കൻ ആണ് ബെറ്റർ. അപ്പൊ ചിക്കൻ കഴിക്കുന്ന ഒരാൾക്ക് മറ്റത് കഴിക്കാനുള്ള ടെൻഡൻസി കുറയുമെങ്കിൽ ഉള്ളത് കൊണ്ട് റെഡ് മീറ്റ് കഴിക്കുന്നവരെക്കാൾ ക്യാൻസർ വരാനുള്ള ചാൻസ് കുറയുന്നത് ചിക്കൻ കഴിക്കുന്നവർക്കാണെന്നുള്ളത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. പ്രൊട്ടക്റ്റീവ് റോൾ ഉണ്ടെന്ന് വരെ ചില പഠനങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ ചിക്കൻ അല്ല പ്രശ്നം, ഇങ്ങനെ ഉണ്ടാക്കിയ ചിക്കനാണ് പ്രശ്നം. അപ്പൊ നമുക്ക് ഇനി അടുത്ത എന്ത് ചെയ്യാം? ഈ ആൽഫാം കഴിക്കുന്നത് പൂർണ്ണമായി ഉപേക്ഷിക്കണോ വേണ്ട എന്നുള്ളതാണ് ഉത്തരം. ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടി വല്ലപ്പോഴും കഴിക്കുന്നതിനകത്ത് ഒരു തെറ്റുമില്ല, അതൊന്നും ഒരു പ്രശ്നമേ അല്ല. എന്നേ മറിച്ച് എല്ലാ ദിവസവും ആൽഫാമാണ് കഴിക്കുന്നതെങ്കിൽ നമ്മളൊന്ന് സൂക്ഷിക്കണം. ഇനി അടുത്തത്, എങ്ങനെയാണ് ഈ ആൽഫാം കുക്ക് ചെയ്യുക? നമ്മൾ കഴിയുന്നതും ഓപ്പൺ ഫ്ലെയിമിൽ കുക്ക് ചെയ്യരുത് എന്നുള്ളതാണ്. അതായത് ഓപ്പൺ ഫ്ലെയിമിൽ തീ അതിനകത്തോട്ട് വരുന്ന വിധത്തിൽ കുക്ക് ചെയ്യരുത്. നേരെ മറിച്ച് ഷവർമ ഞാൻ ഷവർമ നല്ലതാണെന്നല്ല ഈ പറയണതിന്റെ അർത്ഥം. ഷവർമ കുക്ക് ചെയ്യുന്ന പോലെ സൈഡിൽ നിന്നാണ് ഹീറ്റ് വരുന്നതെങ്കിൽ ആക്ച്വലി ആ മീറ്റിന് കുഴപ്പമില്ല. ഇനി ഏറ്റവും നല്ല രീതിയിൽ എങ്ങനെയാണ് മീറ്റ് കുക്ക് ചെയ്യുക? ബോയിൽ ചെയ്യാം, സാധാരണ സ്റ്റീം ചെയ്യാം, ചെറിയ ലോ ടെമ്പറേച്ചറിൽ കുക്ക് ചെയ്യാം. അത് ഇപ്പൊ ആൽഫാം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ളതല്ല, മീറ്റ് കഴിക്കണമെങ്കിൽ അങ്ങനെ കഴിക്കുന്നതാണ് ബുദ്ധി. രണ്ട്, മാരിനേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതിനകത്തുള്ള 90% വിഷാംശങ്ങളും പോകുന്നതാണ്. അതായത് നമ്മുടെ ലൈം ജ്യൂസ്, വിനീഗർ, പിന്നെ അല്ലെങ്കിൽ അതിങ്ങനെ നമ്മൾ മാരിനേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സാധനങ്ങളുണ്ടല്ലോ, ടർമറിക്, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ പുരട്ടുകയാണെങ്കിൽ, അങ്ങനെ മാരിനേറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ 90% കുഴപ്പം പിടിച്ച സാധനങ്ങളും അതിൽ നിന്ന് പോകും എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അടുത്തത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഡയറക്റ്റ് ഹീറ്റിൽ വെക്കാതെ സൈഡിൽ കൂടെയുള്ള ഹീറ്റിൽ ലോ ടെമ്പറേച്ചറിൽ വെക്കുക. അപ്പൊ ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ വല്ലപ്പോഴും അങ്ങനത്തെ ചിക്കൻ കഴിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഈവൻ ആൽഫാം കഴിച്ചാൽ പോലും അതുകൊണ്ട് കുഴപ്പമില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ മാരിനേറ്റ് ചെയ്യുമ്പോൾ ഗാർലിക്, മറ്റേ റോസ്മേരി എന്നൊക്കെ പറഞ്ഞ ഹെർബുകളൊക്കെ ഇല്ലേ, അതൊക്കെ ഈ ഞാൻ നേരത്തെ പറഞ്ഞാൽ HCA എന്ന് പറയുന്ന കെമിക്കല് ഒരു 90% ഇല്ലാതാക്കും. അടുത്തത്, നമ്മളിപ്പോ കഴിക്കുന്ന ആൽഫാമില് അതിനകത്ത് നമ്മൾ കരിഞ്ഞിരിപ്പുണ്ടെന്ന് വെച്ചോ, നമ്മൾ കരിഞ്ഞിരിക്കുന്ന ഭാഗങ്ങളുണ്ട്, തീ കൂടുതൽ അടിച്ചിട്ട് കരിഞ്ഞിരിക്കുന്ന ഭാഗങ്ങളുണ്ട്, അതെടുത്ത് കളയുക. അത് അടുത്തൊരു മാർഗമാണ്. ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാവുന്നത്. അപ്പൊ ചാറിങ് ഒഴിവാക്കാൻ കുക്ക് ചെയ്യുന്നവരും ശ്രമിക്കണം. ചാറെന്നാ കരിഞ്ഞെന്നാണ്, കരിഞ്ഞ ഭക്ഷണം കഴിക്കാതിരിക്കാൻ നമ്മളും ശ്രദ്ധിക്കണം. അപ്പൊ ഇതാണ് എന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം. രണ്ട്, പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ചില ഫുഡ്സ്, ടർമറിക്, പിന്നെ ടൊമാറ്റോ, ബ്രൊക്കോളി, ഇങ്ങനത്തെ ഇതിന്റെ കൂടെ കഴിക്കുന്നത്, ഈ ആൽഫാം ചിക്കന്റെ കൂടെ കുറച്ച് സാലഡ് ഒക്കെ കഴിച്ചു കഴിഞ്ഞാലും അതിനകത്തു നിന്നുള്ള പ്രശ്നങ്ങൾ കുറയും. അപ്പൊ ചുരുക്കം പറഞ്ഞ അവസാനത്തെ നമ്മുടെ ഇതിനകത്തുള്ള ഒരു വിധി ശ്രദ്ധയാവുകയാണ് എന്താണ്, ആൽഫാം കഴിക്കുകയാണെന്നതിനകത്ത് വല്ലപ്പോഴും കഴിക്കുന്നതിനകത്ത് കുഴപ്പമില്ല. എല്ലാ ദിവസവും നമ്മുടെ മലയാളിയുടെ ഒരു കുഴപ്പം എന്ന് പറഞ്ഞാൽ ഒരു സാധനം കിട്ടിയ പിന്നെ അതങ്ങോട്ട് ആർമാദിക്കുകയാണ്. രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം ആൽഫാം കഴിക്കാമോ എന്ന് ചോദിച്ചില്ല, അത് ശരിയായ നടപടിയല്ല. അതിന് ഈ ചിക്കൻ കഴിക്കുന്നതിന്റെ ഏറ്റവും ബെസ്റ്റ് മാർഗം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ കറി വെച്ച്, കേരള ചിക്കൻ കറി വെച്ച് കഴിക്കുന്നതാണ് കൂടുതൽ ബുദ്ധി. അതായത് കരിച്ചതും പൊരിച്ചതും കഴിയുന്നതും ഒഴിവാക്കുക എന്നുള്ളതാണ്. എന്ന് വെച്ച് അത് കഴിക്കാതിരിക്കണോ, അതിന്റെ ആവശ്യമില്ല. അപ്പൊ ഇതാണ് അതിന്റെ ഒരു നമ്മുടെ ബേസിക് ഒരു മെഡിക്കൽ സയൻസ് എന്ന് പറയുന്നത്. ഒരാൾ പറഞ്ഞത് കേട്ടത് കൊണ്ടോ മോഡേൺ മെഡിസിനിൽ ഒരാൾക്ക് സംഭവിച്ച കാര്യം കൊണ്ടോ അതുകൊണ്ട് അതിനൊരു സിദ്ധാന്തമായിട്ടോ എന്താണ് ഉറപ്പ് ഇദ്ദേഹത്തിന് ഇത് കഴിച്ചത് കൊണ്ടാണ് വന്നതെന്ന്? ഒന്ന് പഠനങ്ങൾ വേണം.
അല്ലാതെ നമുക്ക് ഇപ്പൊ ഒരാൾക്ക് കഴിച്ചത് കൊണ്ട് എനിക്കത് തോന്നുകയാണ്, ഞാനൊരു ഇന്റർനെറ്റിൽ എവിടെയെങ്കിലും വന്നൊരു സാധനം വായിച്ച കരിച്ചതും പൊഴിച്ചതും കഴിച്ചു കഴിഞ്ഞാൽ ഈ ക്യാൻസർ വരാമെന്ന് പറഞ്ഞിട്ട് എന്റെ കോളനിൽ വന്നിരിക്കുന്ന ക്യാൻസർ, എന്റെ കുടലിൽ വന്നിരിക്കുന്ന ക്യാൻസർ ഇത് എനിക്ക് എങ്ങനെ പറയാൻ പറ്റും? അപ്പൊ അത് വെറുതെ നമ്മൾ ആവശ്യമില്ലാതെ എല്ലാവരെയും ആകാംക്ഷയിലാക്കാൻ മാത്രമേ അത് സഹായിക്കുകയുള്ളൂ. അതുകൊണ്ട് ധൈര്യമായിട്ട് ആൽഫാം വല്ലപ്പോഴും കഴിക്കാം എന്നാണ് ഒരു മെഡിക്കൽ ഡോക്ടർ എന്ന നിലയിൽ എനിക്ക് പറയാം. വളരെ നന്ദി സാർ. ഓക്കെ.